നമസ്കാരം. മൂവാറ്റുപുഴയിലെ വാർത്തകളും വിശദാംശങ്ങളുമായി ന്യൂസ് അറ്റ് 8 ആരംഭിക്കുന്നു. നോക്കാം ഇന്നത്തെ പ്രധാന തലക്കെട്ടുകൾ. മൂവാറ്റുപുഴ കോതമംഗലം റോഡിൽ 2 സ്കൂട്ടറുകൾ കൂട്ടിയിടിച്ച് അപകടം. യുവാവിന് ദാരുണാന്ത്യം. കടുമ്പിടി വേലക്കോട്ടിൽ സൽമാൻ നാസറാണ് മരിച്ചത്. അപകടമുണ്ടായത് പെരുമറ്റം ജംഗ്ഷന് സമീപം വെള്ളിയാഴ്ച വൈകിട്ട് 6:00. ക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങൾ അനുസ്മരിച്ച മൂവാറ്റുപുഴ ഹോളിമാഗി പള്ളിയിൽ ദുഃഖവെള്ളി ആചരണം. പരിഹാര പ്രദക്ഷിണത്തിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. മൂവാറ്റുപുഴയിൽ കൈകൊട്ടിക്കളി സംഘടിപ്പിച്ചു. അജു ഫൗണ്ടേഷനും കുമാരനാശൻ പബ്ലിക് ലൈബ്രറിയും സംയുക്തമായാണ് കൈകൊട്ടിക്കളി സംഘടിപ്പിച്ചത്. 14 ടീമുകൾ മാറ്റുരച്ചു. 50 നോൻപ് കഴിഞ്ഞ് വിശ്വാസികൾ ഞായറാഴ്ച ഈസ്റ്റർ ആഘോഷിക്കാൻ ഒരുങ്ങുന്നു. മൂവാറ്റുപുഴ നഗരത്തിലെ വിപണികളിൽ വൻ തിരക്ക്. ചിക്കൻ, മട്ടൻ, ബീഫ് സ്റ്റാളുകൾക്ക് മുന്നിൽ ശനിയാഴ്ച രാവിലെ മുതൽ നീണ്ട ക്യൂ ആണ് പ്രത്യക്ഷപ്പെട്ടത്. വിരൽത്തുമ്പിലെ വിസ്മയം. പിന്നൽക്കലയിൽ റെക്കോർഡ് നേട്ടവുമായി 6ാം ക്ലാസ്സുകാരി ജിയന്ന. വാർത്തകൾ വിശദമായി. മൂവാറ്റുപുഴ കോതമംഗലം റോഡിൽ 2 സ്കൂട്ടറുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. പെരുമറ്റം ജംഗ്ഷന് സമീപം വെള്ളിയാഴ്ച വൈകിട്ട് 6:00 അപകടത്തിൽ കടുമ്പിടി സ്വദേശി സൽമാൻ നാസറാണ് മരിച്ചത്. മൂവാറ്റുപുഴ കോതമംഗലം റോഡിൽ പെരുമറ്റം ജംഗ്ഷന് സമീപം 2 സ്കൂട്ടറുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ യുവാവിന് ദാരുണാന്ത്യം. വെള്ളിയാഴ്ച വൈകിട്ട് 6:00 ഉണ്ടായ അപകടത്തിൽ കടുമ്പിടി വേലക്കൂട്ടിൽ സൽമാൻ നാസറാണ് മരിച്ചത്. ഒരേ ദിശയിൽ സഞ്ചരിക്കുകയായിരുന്ന 2 സ്കൂട്ടറുകൾ തമ്മിൽ കൂട്ടിയിടിക്കുകയും നിയന്ത്രണം നഷ്ടപ്പെട്ട സൽമാന്റെ സ്കൂട്ടർ സമീപത്തുകൂടി പോവുകയായിരുന്ന പിക്കപ്പ് വാനിലേക്കും ഇടിക്കുകയായിരുന്നു. അപകടത്തിൽപ്പെട്ട മറ്റ് സ്കൂട്ടറിലെ യാത്രക്കാരന് നിസ്സാരമായി പരിക്കേറ്റു. അപകടം നടന്ന ഉടൻ തന്നെ സൽമാനെ നാട്ടുകാർ ചേർന്ന് മൂവാറ്റുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മൂവാറ്റുപുഴ ജനറൽ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. മൂവാറ്റുപുഴ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു. ക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങൾ അനുസ്മരിച്ച മൂവാറ്റുപുഴ ഹോളിമാഗി പള്ളിയിൽ ദുഃഖവെള്ളിയാചരണം നടന്നു. ദുഃഖവെള്ളിയാചരണത്തോടനുബന്ധിച്ച് നടന്ന പരിഹാര പ്രദക്ഷിണത്തിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. ക്രിസ്തുവിന്റെ പീഡാനുഭവങ്ങൾ അനുസ്മരിച്ച് മൂവാറ്റുപുഴ ഹോളിമാഗി പള്ളിയിൽ ദുഃഖവെള്ളി ആചരണം നടന്നു. ലോകത്തിന്റെ മുഴുവൻ പാപങ്ങളും ഏറ്റുവാങ്ങി കുരിശിലേറിയ ക്രിസ്തു സഹിച്ച പീഡാനുഭവങ്ങളുടെ ഓർമ്മ പുതുക്കി നൂറുകണക്കിന് വിശ്വാസികളാണ് പള്ളിയിലെത്തിയത്. രാവിലെ ദുഃഖവെള്ളി തിരുക്കർമ്മങ്ങൾ, കുരിശിന്റെ വഴി, കുരിശു ചുംബനം എന്നിവ നടന്നു. തുടർന്ന് വൈകിട്ട് 4-ന് ഭക്തിനിർഭരമായ പരിഹാര പ്രദക്ഷിണം നടന്നു. മൂവാറ്റുപുഴ ഹോളിമാഗി പള്ളി അങ്കണത്തിൽ നിന്നാരംഭിച്ച പ്രദക്ഷിണം കാവുമ്പടി റോഡിലൂടെ കച്ചേരിത്താഴത്തെത്തി MC റോഡിലൂടെ തിരികെ പള്ളി അങ്കണത്തിൽ പ്രവേശിച്ചു. ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് പരിഹാര പ്രദക്ഷിണത്തിൽ പങ്കെടുത്തത്. തുടർന്ന് കോതമംഗലം മൈനർ സെമിനാരി ഡയറക്ടർ ഫാദർ ഡോക്ടർ സെബാസ്റ്റ്യൻ നാമറ്റത്തിൽ പീഡാനുഭവ സന്ദേശം നൽകി. അവർക്ക് തെറ്റുപറ്റി എന്ന് നമുക്കറിയാം. ആ പഴം ഭക്ഷിക്കാനും അവർ തിന്മ ചെയ്ത് ഏതെങ്കിലും തോട്ടത്തിൽ നിന്ന് പുറത്താകാനും ഇടയായി എന്ന് നമ്മൾ തിരുവചനത്തിൽ വായിക്കും. ആ പഴം ഭക്ഷിക്കരുത് എന്ന് പറഞ്ഞത് മനുഷ്യൻ അവരുടെ ജീവിതത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് വരണം. അതിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് ജീവന്റെ വിലയും നന്മ ദൈവങ്ങളുടെ മൂല്യങ്ങളുടെ അർത്ഥവും തിരിച്ചറിഞ്ഞ് അവൻ ആ പഴം ഭക്ഷിക്കണം എന്ന് ദൈവം ആദിയെ തീരുമാനിച്ചു എന്നതാണ് അതിന്റെ അർത്ഥം. മൂവാറ്റുപുഴ ഹോളിമാഗി പള്ളി വികാരി ഫാദർ മാനുവൽ പിച്ചളക്കാട്ട് നേതൃത്വം നൽകി. 2026-27 അഡ്മിഷനുകൾ ആരംഭിച്ചു. ഇന്ന് തന്നെ അപേക്ഷിക്കൂ. അജു ഫൗണ്ടേഷനും കുമാരനാശൻ പബ്ലിക് ലൈബ്രറിയും സംയുക്തമായി കൈകൊട്ടിക്കളി സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച കൈകൊട്ടിക്കളി മത്സരത്തിൽ 14 ടീമുകൾ മാറ്റുരച്ചു.
അജു ഫൗണ്ടേഷനും കുമാരനാശാൻ പബ്ലിക് ലൈബ്രറിയും സംയുക്തമായി കൈകൊട്ടിക്കളി മത്സരം സംഘടിപ്പിച്ചു. മൂവാറ്റുപുഴ ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച കൈകൊട്ടിക്കളി മത്സരത്തിൽ 14 ടീമുകൾ മാറ്റുരച്ചു. മത്സരത്തിൽ ഏനാനെല്ലൂർ മഹിൾമാർ അമ്മ കൈകൊട്ടിക്കളി സംഘം 1ാം സ്ഥാനവും, കീഴിലം കീർത്തന കൈകൊട്ടിക്കളി സംഘം 2ാം സ്ഥാനവും, കടുമ്പടി ബ്രഹ്മകലാശ കൈകൊട്ടിക്കളി സംഘം 3ാം സ്ഥാനവും കരസ്ഥമാക്കി. 1ാം സ്ഥാനം നേടിയവർക്ക് 25,000 രൂപയും മൊമന്റോയും, 2ാം സ്ഥാനം നേടിയ ടീമിന് 20,000 രൂപയും മൊമന്റോയും, 3ാം സ്ഥാനക്കാർക്ക് 15,000 രൂപയും മൊമന്റോയും സമ്മാനമായി നൽകി. അപർണ മോഹനൻ, അനുശ്രീ KS, നന്ദന രാജൻ എന്നിവർ വിധികർത്താക്കളായിരുന്നു. 2026 MG യൂണിവേഴ്സിറ്റി കലാതിലകം അപർണ മോഹനനെ നിയമസഭാ തെരഞ്ഞെടുപ്പ് മൂവാറ്റുപുഴ മണ്ഡലം LDF സ്ഥാനാർത്ഥി N അരുൺ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. നമ്മുടെ കലയുടെ ഒരു ട്രെൻഡ് ഇങ്ങനെ മാറി മാറി വരുമ്പോൾ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായിട്ട് ഏറ്റവും ജനകീയമായി മാറിയിട്ടുള്ള ഒരു കലയാണ് കൈകൊട്ടിക്കളി. എല്ലാ അർത്ഥത്തിലും കലാസ്വാദകരെ ത്രസിപ്പിക്കുകയും കലാസ്വാദകർക്ക് കൂടുതൽ ആനന്ദം പകരുകയൊക്കെ ചെയ്യുന്ന ഈ ജനകീയ കലയ്ക്ക് കേരളത്തിൽ പൊതുവെ വലിയ സ്വീകാര്യത ഏറി വരുന്നൊരു സാഹചര്യത്തിലാണ് അജു ഫൗണ്ടേഷൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ മൂവാറ്റുപുഴ പരിസരത്തെ കൈകൊട്ടിക്കളി കലാകാരിമാരെ വിളിച്ചു ചേർക്കുവാനും അവർക്കൊക്കെ അവരുടെ കലാപ്രകടനം നടത്തുവാനുമുള്ള ഒരവസരം ഒരുക്കിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇത്തരത്തിൽ ഒരു മത്സരം നമ്മുടെ സമീപ പ്രദേശത്ത് 10-15 ടീമിലധികം ഇന്ന് ഈ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഒരുമിച്ച് 100-250 കലാകാരികൾ ഒരുമിക്കുന്ന ഒരു സംഗമവേദി നമ്മുടെ സമീപ പ്രദേശങ്ങളിലെങ്ങും ഉണ്ടായിട്ടില്ല. അത് മൂവാറ്റുപുഴയിൽ ഉണ്ടായി എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. നൃത്തത്തിൻ്റെ പല ഭാവങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അതിലേറ്റവും ചടുല ഭാവമാണ്, താളമാണ് നമുക്ക് കൈകൊട്ടിക്കളിയിൽ കാണാൻ സാധിക്കുന്നത്. നൃത്താധ്യാപകൻ രവികുമാർ നാട്യാലയ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ അജു ഫൗണ്ടേഷൻ മെഗാ തിരുവാതിര കോർഡിനേറ്റർ ബീന ഷാജി, ബിന്ദു മധു, വിദ്യ അജേഷ്, ആരോമൽ തമ്പി എന്നിവർ പ്രസംഗിച്ചു. മത്സരത്തിൽ പങ്കെടുത്ത മറ്റ് ടീമുകൾക്ക് പ്രോത്സാഹന സമ്മാനമായി 2,500 രൂപയും സർട്ടിഫിക്കറ്റും നൽകി. അച്ചയൻസ് ഗോൾഡ് 20 വർഷത്തെ പാരമ്പര്യം, 26 ഷോറൂമുകൾ. കോൾ 8590046916. 50 നോൻപ് കഴിഞ്ഞ വിശ്വാസികൾ ഞായറാഴ്ച ഈസ്റ്റർ ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോൾ മൂവാറ്റുപുഴ നഗരത്തിലെ വിപണികളിൽ വൻ തിരക്ക്. ചിക്കൻ, മട്ടൻ, ബീഫ് സ്റ്റാളുകൾക്ക് മുന്നിൽ ശനിയാഴ്ച രാവിലെ മുതൽ നീണ്ട ക്യൂവാണ് പ്രത്യക്ഷപ്പെട്ടത്. 50 നോമ്പിന്റെ വിശുദ്ധി കഴിഞ്ഞ് വിശ്വാസികൾ ഞായറാഴ്ച ഈസ്റ്റർ ആഘോഷിക്കാൻ ഒരുങ്ങുമ്പോൾ മൂവാറ്റുപുഴ നഗരത്തിലെ വിപണികളിൽ വൻ തിരക്ക്. പ്രധാനമായും മത്സ്യ മാംസ കടകളിലും പച്ചക്കറി മാർക്കറ്റുകളിലുമാണ് ജനത്തിരക്ക് അനുഭവപ്പെടുന്നത്. ചിക്കൻ, മട്ടൻ, ബീഫ് സ്റ്റാളുകൾക്ക് മുന്നിൽ ശനിയാഴ്ച രാവിലെ മുതൽ നീണ്ട ക്യൂ പ്രത്യക്ഷപ്പെട്ടു. ചിക്കന് കിലോയ്ക്ക് 145 രൂപ മുതലാണ് മൂവാറ്റുപുഴയിലെ വിപണി വില. തമിഴ്നാട്ടിൽ നിന്നുള്ള വരവ് കുറഞ്ഞതും ഡിമാൻഡ് കൂടിയതും വില വർദ്ധിക്കാൻ കാരണമായി. നാടൻ പോത്തിന് 450 മുതലും പന്നിക്ക് 300 രൂപ മുതലുമാണ് മൂവാറ്റുപുഴയിലെ വിപണി വില. മട്ടൻ കിലോയ്ക്ക് 600 രൂപ മുതലും ഈടാക്കുന്നുണ്ട്. ഇക്കുറി കുട്ടനാടൻ മേഖലയിൽ പക്ഷിപ്പനി ഭീഷണി നിലനിൽക്കുന്നതിനാൽ പലയിടങ്ങളിലും താറാവിറച്ചിക്ക് ക്ഷാമമുണ്ട്. ലഭ്യമായ ഇടങ്ങളിൽ ഒരു താറാവിന് 400 മുതൽ 550 രൂപ വരെയാണ് വില. പോത്തിനും ലഭ്യത കുറവുണ്ടെന്ന് വ്യാപാരികൾ പറയുന്നു. ഇറച്ചി വിപണിക്ക് പിന്നാലെ പാലപ്പം, കള്ളപ്പം എന്നിവയുണ്ടാക്കാനുള്ള മാവിനും റെഡിമെയ്ഡ് അപ്പങ്ങൾക്കുമായി ബേക്കറികളിലും വൻ തിരക്കാണ്. പച്ചക്കറി വിപണിയിൽ ക്യാരറ്റ്, ബീൻസ്, ഉരുളക്കിഴങ്ങ് എന്നിവയുടെ വിലയിലും നേരിയ വർധനവുണ്ട്. MCS Hospital, we take care of your health. വിരൽത്തുമ്പിലെ വിസ്മയം. പിന്നൽ കലയിൽ റെക്കോർഡ് നേട്ടവുമായി 6ാം ക്ലാസ്സുകാരി ജിയന്ന. വിരൽത്തുമ്പുകളിൽ നൂലിഴകൾ കൊണ്ട് വിസ്മയം തീർക്കുന്ന പിന്നൽ കലയിൽ പുതിയൊരു ചരിത്രമെഴുതി വാരപ്പെട്ടിയിലെ കൊച്ചുമിടുക്കി. 1 മിനിറ്റിനുള്ളിൽ 105 ക്രോച്ചെ സ്റ്റിച്ചുകൾ പൂർത്തിയാക്കി ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരിക്കുകയാണ് കോതമംഗലം മാർത്തമറിയം പബ്ലിക് സ്കൂളിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനി ജിയന്ന എലിസബത്ത് റെനി. കഴിഞ്ഞ ലോക്ക്ഡൌൺ കാലത്തെ വിരസിത മാറ്റാനായി തുടങ്ങിയ ശീലമാണ് ജിയന്നയെ ഇന്ന് ഈ വലിയ അംഗീകാരത്തിന് അർഹയാക്കിയത്. റിട്ടയർഡ് അധ്യാപികയായ അമ്മൂമ്മ മേരി ടീച്ചറുടെ പക്കൽ നിന്നാണ് ജിയന്ന ഈ വിദ്യ പഠിച്ചെടുത്തത്. വാരപ്പെട്ടി പള്ളിപ്പറമ്പിൽ വീട്ടിൽ മറൈൻ ബയോളജിസ്റ്റായ റെനിയുടെയും ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയായ ലിജിനയുടെയും 2ാമത്തെ മകളാണ് ജിയന്ന. സഹോദരി ഇസാമരിയയും പൂർണ്ണ പിന്തുണയുമായി കൂടെയുണ്ട്.
നിലവിൽ റെക്കോർഡായിരുന്ന 61 എന്ന സംഖ്യയെ പരിശീലന സമയത്ത് തന്നെ മറികടക്കാൻ കഴിഞ്ഞതാണ് മത്സരത്തിൽ പങ്കെടുക്കാൻ ആത്മവിശ്വാസം കിട്ടിയതെന്ന് ജിയന്ന പറഞ്ഞു. ക്രോഷ്യ എനിക്ക് ആദ്യമായിട്ട് പഠിപ്പിച്ചതെന്ന് എൻ്റെ അമ്മാമ്മയാണ്. ജനുവരി ആയപ്പോഴത്തേന് എനിക്ക് ഇച്ചിരി കൂടി ഇഷ്ടം കൂടി. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു, എൻ്റെ ഇഷ്ടമൊക്കെ കണ്ടിട്ട് എന്നോട് പറഞ്ഞു, കേരളത്തിലത്തെ ഒരു കൊച്ചിന് IBR ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ ഒരു ഇടം നേടിയെന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ട് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അവാർഡ് ഓൾറെഡി ഉണ്ടായിരുന്നത് 61 അപ്പോൾ എനിക്കൊരു 87 കിട്ടി. അപ്പോൾ എനിക്ക് അമ്മയോട് ഞാൻ പറഞ്ഞപ്പോൾ അമ്മ അതപ്പോൾ തന്നെ അപ്ലൈ ചെയ്തിട്ട് അവർ കോണ്ടാക്റ്റ് ഒക്കെ ചെയ്തിട്ട് ചെങ്കോട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, 100 മുകളിൽ കിട്ടുമോ എന്നൊക്കെ ട്രൈ ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഒന്നോട് ചെയ്ത് നോക്കിയപ്പോൾ ഒരു 100 സംതിങ് എത്തിയായിരുന്നു. പിന്നെ വീഡിയോ എടുക്കുന്ന നേരത്ത് 105 എത്തി. അങ്ങനെ അത് അപ്ലൈ ചെയ്തപ്പോൾ അതിനുവേണ്ടി അവാർഡും കിട്ടി. നിലവിൽ 1 മിനിറ്റിൽ ഏറ്റവും കൂടുതൽ ക്രോച്ചെ സ്റ്റിച്ചുകൾ നടത്തിയതിനുള്ള ലോക റെക്കോർഡ് 137 ഈ റെക്കോർഡ് മറികടക്കുക എന്ന ലക്ഷ്യത്തോടെ തീവ്രമായ പരിശീലനത്തിലാണ് ജിയന്നയും ഗുരുവായ അമ്മൂമ്മയും. കഠിനാധ്വാനവും കൃത്യതയും ഒത്തുചേർന്നാൽ ഗിന്നസ് നേട്ടം വിദൂരമല്ലെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഈ കൊച്ചു പ്രതിഭ. വെറുമൊരു വിനോദം എന്നതിലുപരി ക്രോച്ചെ കലയിൽ തന്റെ സർഗാത്മകത പ്രകടിപ്പിക്കാൻ ജിയന്ന ശ്രദ്ധിക്കുന്നു. കോട്ടൺ യാണുകളിൽ അവൾ തീർക്കുന്ന ആകർഷകമായ ബാഗുകൾ, വർണ്ണാഭമായ പൂക്കൾ, തൊപ്പികൾ, മറ്റ് കൗതുക വസ്തുക്കൾ എന്നിവ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും സമ്മാനമായി നൽകുന്നതിലാണ് ജിയന്നയ്ക്ക് ഏറെ സന്തോഷം. പഠനത്തിലും പാഠ്യേതര വിഷയങ്ങളിലും ഒരേപോലെ തിളങ്ങുന്ന ജിയന്ന വായനയിൽ അതീവ താല്പര്യം പുലർത്തുന്നതോടൊപ്പം കരാട്ടയിൽ ബ്ലാക്ക് ബെൽറ്റും കരസ്ഥമാക്കിയിട്ടുണ്ട്. ഒരു ചെറിയ കൊളുത്തുള്ള സൂചി ഉപയോഗിച്ച് നൂലുകൾ കൊണ്ട് കണ്ണികൾ ഉണ്ടാക്കി തുണിത്തരങ്ങളും കൗതുക വസ്തുക്കളും മറ്റും നിർമ്മിക്കുന്ന കലയാണിത്. ക്ഷമയും ഏകാഗ്രതയും സർഗാത്മകതയും ഒത്തുചേർന്നാൽ മാത്രമേ ഇതിൽ വൈദഗ്ധ്യം നേടാനാകൂ. ഇന്ത്യയിലെ അസാധാരണമായ കഴിവുകളെയും നേട്ടങ്ങളെയും ലോകത്തിന് മുന്നിലെത്തിക്കുന്ന ഇന്ത്യൻ ബുക്ക് ഓഫ് റെക്കോർഡിൽ വിരൽത്തുമ്പിലെ വേഗതയും കൃത്യതയും അളന്നാണ് ജിയന്നയുടെ പേര് ഇടം പിടിച്ചത്. തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ്, തോട്ടത്തിൽ ആർക്കേഡ്, ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ, TB ജംഗ്ഷൻ, മൂവാറ്റുപുഴ. ആരവങ്ങളില്ലാതെ UDF സ്ഥാനാർത്ഥി മാത്യു കുഴൽനാടൻ വെള്ളിയാഴ്ച ആരാധനാലയങ്ങൾ സന്ദർശിച്ചാണ് പ്രചാരണം നടത്തിയത്. രാവിലെ ആനിക്കാട്, കല്ലൂർക്കാട്, മുടവൂർ യാക്കോബായ ഓർത്തഡോക്സ് പള്ളികൾ എന്നിവിടങ്ങൾ സന്ദർശിച്ച് വിശ്വാസികളെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിച്ചു. ഉച്ചയ്ക്ക് മൂവാറ്റുപുഴ, മാറാടി എന്നിവിടങ്ങളിലെ വിവിധ മുസ്ലിം ആരാധനാലയങ്ങൾ സന്ദർശിച്ചു. മഞ്ചേരിപ്പടി, കുരുക്കുന്നപുരം, വാഴക്കുളം എന്നീ പള്ളികളും ഉച്ചയ്ക്ക് ശേഷം UDF സ്ഥാനാർത്ഥി സന്ദർശിച്ചു. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. ദുഃഖവെള്ളിയാഴ്ച പ്രചരണത്തിന് അവധി കൊടുത്ത് പ്രാർത്ഥനാനിരതനായി സണ്ണി കടുത്താഴെ. വലിയ നോമ്പിലെ പ്രധാന ദിനമായ ദുഃഖവെള്ളി ദിനത്തിൽ പ്രചരണത്തിന് അവധി കൊടുത്ത് മൂവാറ്റുപുഴ നിയോജക മണ്ഡലം 2020 NDA സ്ഥാനാർത്ഥി സണ്ണി കടുത്താഴെ. ദുഃഖവെള്ളി ദിവസമായ വെള്ളിയാഴ്ച രാവിലെ കീരമ്പാറ സെന്റ് സെബാസ്റ്റ്യൻസ് പള്ളിയിൽ തിരുകർമ്മങ്ങളിൽ പങ്കെടുത്തു. ഉച്ചകഴിഞ്ഞ് ആരക്കുഴ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ പള്ളിയിലെ മലയക്കുരിശിലേക്കുള്ള കുരിശിന്റെ വഴിയിൽ പങ്കെടുത്തു. തോട്ടത്തിൽ ഫാഷൻ ജുവലറി, തോട്ടത്തിൽ വാച്ച് കമ്പനിക്ക് എതിർവശം, കച്ചേരിത്താഴം, മൂവാറ്റുപുഴ. വാഴക്കുളം സെന്റ് ജോർജ് വോളിബോൾ ക്ലബ്ബ് അംഗവും മുൻ വോളിബോൾ താരവുമായ താണിക്കൽ TJ ജോസഫ് 90 നിര്യാതനായി. സംസ്കാരം ശനിയാഴ്ച 3 വാഴക്കുളം സെന്റ് ജോർജ് ഫൊറോന പള്ളിയിൽ നടത്തപ്പെട്ടു. പരേത് റിട്ടയർഡ് ഫാക്ട് ഉദ്യോഗസ്ഥനാണ്. കല്ലൂർക്കാട് പുത്തുമടത്തിൽ ശശിധരൻ നായർ 83 നിര്യാതനായി. സംസ്കാരം ശനിയാഴ്ച 2 വീട്ടുവളപ്പിൽ നടത്തി. ഭാര്യ KK പത്മാക്ഷി, മക്കൾ അരവിന്ദാക്ഷൻ പാലക്കാട്, ആഭാകുമാർ, മരുമക്കൾ തങ്കമ്മ, രഞ്ജു. ന്യൂസ് 8 പൂർണ്ണമാകുന്നു. നമസ്കാരം.